പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവറിനാഥ മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന ദൈവവചന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ ദാസൻ MC ചെറിയാൻ അവറുകൾ നടത്തുന്ന ഈ അനുഗ്രഹീതമായ ഈ ബൈബിൾ പഠനം, അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വലിയവനായ ദൈവം ഇന്ന് വളരെ അനുഗ്രഹീതമായി നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിക്കാട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ഗാനങ്ങളും വചനവും കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം. അവിടുത്തെ വലിയ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനുള്ളൊരവസരം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പ്രിയ അക്സാമോൾ ഒരു ഗാനം ആലപിക്കുന്ന ഒരു ഹിന്ദി ഗാനമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ പാടി വാഴ്ത്തുന്ന അനുഗ്രഹീതമായൊരു ഗാനം. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയ മകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. को दर्द घुटेंगे, नन सुमेरे मीटेंगे, जब मैं उसके संग संग स्वर सजा
इंतजार मुझको है तेरी ये प्रभु। रात तेरी डल जाए सुबह में ताकू, इंतजार मुझको है तेरी ये प्रभु। रात तेरी डल जाए सुबह में ताकू, कब से राह देखे हम कितने दिन बिता दिए, मुझको लेने बादलों पर कब तू आएगा। इंतजार मुझको है तेरी ये प्रभु। रात तेरी डल जाए सुबह में ताकू। നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ്! നമുക്ക് ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ് ദൈവത്തിൻ്റെ കൃപ. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉയർച്ചയും പരാജയങ്ങളും താഴ്ചയും ഒക്കെ ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം താഴ്ചപ്പെടുവാനുള്ളതല്ല, ഉയർത്തപ്പെടാനുള്ളതാണ്. ഇന്നും കർത്താവിൻ്റെ ദാസിൽ നിന്ന് ആ വിഷയത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവവചന പഠനത്തിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവികമായിരിക്കുന്ന നന്മയ്ക്ക് പാത്രമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കനിവറ്റ കരങ്ങളിൽ ഉപയോഗിച്ചു. ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ 2 ആഴ്ചകൾ ദൈവികമായിരിക്കുന്ന പ്രത്യേക പദ്ധതിയിലും അവൻ്റേതായിരിക്കുന്ന കരതലത്തിലെ ആ പ്രത്യേക അനുഗ്രഹങ്ങളിലും നമ്മെ പരിപാലിച്ചു നടത്തി. ഒരു പുതിയ ആഴ്ചയൂടെ കണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് ഇടയാക്കി. ആയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കാൽവറിനാഥം മിനിസ്ട്രിയിലൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും അത് അനുകരിച്ച് മുൻപോട്ട് പോകുവാനും ദൈവികമായിരിക്കുന്ന മർമ്മം എന്ത് എന്ന് മനസ്സിലാക്കുവാനും ഇടയായിക്കൊണ്ടിരിക്കുന്നു. ആയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ പ്രത്യേകമായിരിക്കുന്ന കാൽവറിനാഥം മിനിസ്ട്രി കർത്താവിൻ്റെ സന്നിധിയിൽ വളർന്ന് അനവധി പ്രിയപ്പെട്ടവർക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടെവിടങ്ങളിലായിട്ട് ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഹൃദയമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന പാത്രങ്ങളായി നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ ഇടയായി തീരുകയും ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ പഠനത്തിലേക്ക് കടന്നു വരാം. സർവശക്തനായിരിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരാജയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 2 ആഴ്ചയായിട്ട് നമുക്ക് ചിന്തിപ്പാൻ കൊണ്ടും ഇടയായിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിത്യപദ്ധതിയുടെ ഉദ്ദേശം ഈ പരാജയത്തിൽ നിന്ന് നമ്മെ എങ്ങനെ ഉദ്ധരിപ്പാനായിട്ട് സാധിക്കും, ഈ പരാജയം നിത്യമായി കൊണ്ടുപോകണമോ, നിത്യമായിരിക്കുന്ന നിലയിലൂടെ അത് തുടരണമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിത്യ പദ്ധതി. ആ പദ്ധതി എന്താണ്? പരാജയത്തിൻ്റേതാണോ ജയത്തിൻ്റേതാണോ എന്ന് നമുക്ക് ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പകലിൽ ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കേണ്ടതായിട്ടുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം മനുഷ്യൻ്റെ പദ്ധതി ഏത് നിലയിലുള്ളത് എന്ന് കാണുകയും ആ പദ്ധതിയിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ ഉദ്ധരിക്കുവാനും ഒരു ദൈവ പൈതലിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും മതിയായവൻ ആണ് എന്ന് ഓരോരുത്തരും വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നമ്മെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അതിന്
പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ 2 മാർഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് ആത്മീയമായിരിക്കുന്ന മാർഗം, 2 ഭൗമികമായിരിക്കുന്ന മാർഗം. ഈ 2 മാർഗങ്ങളിൽ ഏത് നമ്മൾ തിരഞ്ഞെടുക്കും? ഭൗമികമാണോ ആത്മീയമാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ കൊണ്ടുമിടയായി തീരുന്നതിൻ്റെ വേറൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഭൗമികതയുടെ പിന്നാലെ ഓടുന്നതായിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെയാണ് ലോകത്തെവിടെയും കാണുവാൻ തക്കോണം ഇടയായി തീരുന്നത്. ആത്മീയതയ്ക്ക് നമ്മൾ എത്രമാത്രം വക കൊടുക്കുന്നു, എത്രമാത്രം വിലയിരുത്തുന്നു എന്നത്, എത്രമാത്രം നമ്മൾ അനുധാവനം അതിൻ്റെ പിന്നാലെ ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് 5 കാര്യങ്ങൾ പ്രത്യേകം ഞാനൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആത്മീയ അനുഗ്രഹങ്ങൾ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണ്. അത് നമ്മൾ പ്രാപിക്കുവാൻ തക്കൊണ്ടും ഇടയാകണം, ഇല്ല എങ്കിൽ പരാജയപ്പെട്ടു പോകും. ആത്മീയ അനുഗ്രഹങ്ങൾ ആത്മാവിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ആ ആത്മാവിൽ നമ്മൾ എന്തുള്ളവരായിരിക്കണം? എരിവുള്ളവരായിരിക്കണം. അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണല്ലോ വായിച്ചത്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പാത്രങ്ങളായി തീരുവാൻ കൊണ്ടും ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ സഹായിക്കും, നമ്മോട് കൂടെയിരിക്കും. രണ്ടാമത്തെ കാര്യം, ആന്തരിക മനുഷ്യൻ്റെ അനുഗ്രഹമാണ് നമ്മളെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പോരാ, ആത്മീയ മനുഷ്യൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. ആത്മീയ മനുഷ്യൻ ആരാണ്? ആത്മീയ മനുഷ്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വിധേയപ്പെടുകയും ചെയ്യുവാൻ ഇടയായി തീരണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയായി തീർന്നാൽ ആത്മീയ കാര്യങ്ങളിൽ ഉത്തേജനമുള്ളവരായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഭൗമികതയെ വിട്ടൊഴിയുവാൻ തക്കവണ്ണവും സംഗതിയാകും. ഇതിലേത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ തീരുമാനിച്ചു കൊള്ളണം. തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കണം: ആത്മീയതയാണോ ഭൗമ്യതയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് കാരണമാകുന്നത്? അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് ആത്മീയത വേണ്ട, ഭൗമികത മതി എന്ന് പറഞ്ഞാൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിവദിക്കുന്ന ഒരു കാലമുണ്ടാകും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതലിന്, കർത്താവിനെ ധരിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ നിയോഗം പ്രാപിച്ചതായിരിക്കുന്ന ഒരു ദൈവപൈതലിന് ഒരിക്കലും അത് അനുയോജ്യമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആന്തരിക മനുഷ്യനെ അനുഗ്രഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജിതരാകും. ആത്മീയ മനുഷ്യൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിപ്പാൻ തക്കൊണ്ടും ഇടയാകണം. മൂന്നാമത്, നിത്യമായ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ അനുഗ്രഹം ഒരു ദിവസത്തേക്ക് മാറിപ്പോകുന്നതല്ല, 2 ദിവസത്തേക്ക് മാറിപ്പോകുന്നതല്ല, അത് കുറച്ച് നാളത്തേക്ക് മാറിപ്പോകുന്നതുമല്ല. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. നമ്മളുടെ ആഗ്രഹം നിത്യമായിരിക്കുന്ന ആഗ്രഹമായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഓർക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നിത്യമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന കർത്താവ് നൽകുവാൻ മതിയായവനാണ്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തിലാണ് അത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെയല്ല, അത് പ്രത്യേകം ഓർക്കണം. പലവിധമായിരിക്കുന്ന പ്രത്യേകതകളാണ് കാണുവാൻ കഴിയുന്നത്. നാലാമതായിട്ട്, സന്തോഷം തരുന്നവയാണ് ആത്മീയമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാണോ എന്നുമുള്ളത്? ദുഃഖമാണെങ്കിൽ അതിനുള്ളായിരിക്കുന്ന കാരണം നമ്മൾ തിരക്കുന്നവരായിരിക്കണം, അന്വേഷിക്കുന്നവരായിരിക്കണം. ആ ദുഃഖം എന്തുകൊണ്ട് എനിക്ക് വരുന്നു, എന്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു എന്നത് തിരക്കി അന്വേഷിക്കുന്നവരാകണം. അന്വേഷിക്കുവാൻ നമ്മെ ഒരുക്കത്തോടുകൂടെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരുക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും?
ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. അഞ്ചാമത്തെ കാര്യം, വേർപാട് ജീവിതത്തിൻ്റെ സമൃദ്ധിയും അതിൻ്റെതായിരിക്കുന്ന അനുഗ്രഹവും നൽകുന്നതാണ്. ഏതിൽ നിന്നൊക്കെ നമ്മൾ വേർപെടണം? ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ, ലോകത്തിൽ നിന്ന് നമ്മൾ വേർപെടണം. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. റോമാലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന് അനുരൂപർ ആകരുത്, നിങ്ങൾ ക്രിസ്തുയേശുവിന് അനുരൂപരാകണം. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പീൻ, ഫോളോ മീ, എന്നെ അനുഗമിപ്പീൻ. അനുഗമിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവൻ, അനുഗമിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവൻ, അനുഗമിക്കുന്നവരെ നോക്കുന്നവൻ, അനുഗമിക്കുന്നവർക്ക് വേണ്ടി കരുതുന്നവൻ, അനുഗമിക്കുന്നവരെ സാക്ഷാത്കാരമായിരിക്കുന്ന നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നവൻ, സ്വർഗത്തിൽ വസിക്കുന്നവനായ ഏക സത്യ ദൈവം മാത്രമാണ്. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആശ്രയം വയ്ക്കുവാൻ ഇടയായി തീർന്നാൽ നമ്മൾ ആരായിരിക്കും? നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവരായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടാതെ വിജയം കൈവരിക്കുന്നവരായിരിക്കും എന്ന് കാണുവാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നോക്കുക, പരാജയത്തിൻ്റെതായിരിക്കുന്ന ഏതെങ്കിലും വഴികളിലേക്കല്ല, നിരാശയുടേതായിരിക്കുന്ന വഴികളിലേക്കല്ല, കണ്ണുനീരിൻ്റെ വഴികളിലേക്കല്ല ദൈവാത്മാവ് നമ്മെ നടത്തുന്നത്. ഇവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയവരായിരിക്കണം. അത് മനസ്സിലാക്കാത്തവർ പരാജയത്തിൽ കൂപ്പുകുത്തും. അത് മനസ്സിലാക്കാത്തവർ ജീവിതത്തിൻ്റെതായിരിക്കുന്ന നന്മയെ കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയാത്തവരായിത്തീരും. ഇത് കണ്ടെത്തിയവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവർക്കെന്തുണ്ട്? കഷ്ടതയുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, ലോകത്തിൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. എന്നാൽ സർവശക്തനായിരിക്കുന്ന കർത്താവ് പറഞ്ഞത് എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായിരിക്കുന്ന ഒരു ദൈവം, ഒരു നാഥൻ, ഒരു നല്ല ഗുരു നമുക്ക് മുൻപിലുണ്ടെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, വിജയം കൈവരിക്കുന്നവരാണ്, പരാജയത്തിലൂടെ മുൻപോട്ട് പോകുന്നവരല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒന്നിനും കൊള്ളാത്തവരായിരുന്ന നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി ദൈവം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ പ്രഭുക്കന്മാരല്ല, ലോകത്തിൻ്റെതായിരിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരല്ല, ഒരു മൂപ്പനുമല്ല, ഒരു പാസ്റ്ററുമല്ല, ഒരു ഉപദേശിയുമല്ല, വേറെ ആരുമല്ല. ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തതിനെ തിരുത്തിക്കൊണ്ടുപോകുവാൻ, മാറ്റി നിർത്തുവാൻ ആർക്ക് കഴിയും? ആർക്കും ഒരിക്കലും കഴിയുകയില്ല. ആർക്കും ഒരിക്കലും മാറ്റിക്കളയുവാൻ സാധ്യവുമല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ എന്താണ്? വിശുദ്ധരും നിഷ്കളങ്കരും ആയി തീരുവാൻ കൊണ്ടമിടയായി തീർന്നു. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ, നമ്മുടെ മാർഗത്തെ മനസ്സിലാക്കുന്നവൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഒരുവൻ മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധർ. ആരാണ് വിശുദ്ധർ? ദൈവത്തിനായി വേർപെടുത്തപ്പെട്ടവർ എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു? എല്ലാ ഭാഗങ്ങളും നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ കാണിച്ചു തരുന്നത് ആ പ്രത്യേകമായിരിക്കുന്ന നിലവാരത്തെയാണ്. നമുക്കറിയാം, റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ വിശുദ്ധരാണ്. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുകയും ഇരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
എന്ന് വായിക്കുകയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ ദൈവത്തിനായി വേർപെടുത്തി, നമ്മെ ദൈവം തിരഞ്ഞെടുത്തു, നമ്മുടെ മേൽ അധികാരം തന്നിരിക്കുകയാണ്. ആ അധികാരത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന നന്മ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നപ്പോൾ നമ്മെ എങ്ങനെയാണ് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്? മനുഷ്യൻ നിഷ്കളങ്കൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പാപം, അഴുക്ക്, മാലിന്യം എന്നിവയിൽ നിന്നും ശുദ്ധമാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു കേവല വാക്കല്ല, അതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു നന്മയായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു? ഞാൻ മുമ്പേ അതൊന്ന് ഓർപ്പിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചത് നമ്മുടേതായിരിക്കുന്ന കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് മാത്രമാണ്. ആ വിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ കൊണ്ടമിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം. അതിനു മുൻപായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു? ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിവും പരിജ്ഞാനവും ബുദ്ധിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതായിരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ നിങ്ങൾ മാമോദീസ ഏറ്റവരായിരിക്കും. അപ്പോൾ പറയുന്നതായിരിക്കുന്നൊരു കാര്യമുണ്ട്, സകല പാപവും പോക്കി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മാമോദീസായാൽ കഴുകപ്പെടുന്നവർ ദൈവത്തിൻ്റെ ശുദ്ധീകരണവും ദൈവത്തിൻ്റെ നീതീകരണവും ദൈവത്താലുള്ളതായിരിക്കുന്ന നന്മയും അനുഭവിച്ച് തുടർ ജീവിതം അനുഗ്രഹീതമായിരിക്കുന്ന നന്മയിൽ നടത്തുവാൻ തക്കവണ്ണം അവൻ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാണ് പുരോഹിതൻ തലമേൽ കൈവയ്ക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അറിവില്ലാത്ത കാലം, പരിജ്ഞാനമില്ലാത്ത കാലം, ഒരു വ്യക്തി പാപിയാണെന്ന് സമ്മതിക്കാത്ത കാലം, അവർക്കൊന്നും അറിയയില്ല. എന്നാൽ പാപിയാണെന്ന് സ്വയം സമ്മതിച്ച് യേശു കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിതം കർത്താവിൽ സമർപ്പിക്കപ്പെടുവാനിടയായിത്തീരുന്ന ഒരു ദൈവ പൈതലാണ് എന്ത് ചെയ്യേണ്ടത്? അവനെ ജലത്തിൽ സാക്ഷീകരിക്കേണ്ടത്. അവർക്കാണ് വലിയവനായിരിക്കുന്ന കർത്താവ് അത് ഒരുക്കിയിരിക്കുന്നത്. സർവശക്തനായിരിക്കുന്ന കർത്താവ് അത് ഒരുക്കി തന്നു. കൃപയാൽ എന്ന് പറയുവാൻ എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കിടയായി തീരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പാപം നമ്മളിൽ നിന്നും മാറ്റി. പാപം മാറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി? നമ്മൾ വിശുദ്ധരായി, ദൈവത്തിൻ്റെ പൈതലായി, ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി. അഴുക്ക് നമ്മളിൽ നിന്ന് നീക്കി നമ്മെ കഴുകി നമ്മെ ശുദ്ധീകരിച്ചു. മൂന്നാമതായിട്ട് നമ്മളുടെ മാലിന്യം മുഴുവനും അവൻ ഇല്ലായ്മ ചെയ്തു. ശുദ്ധമാക്കപ്പെടുവാൻ കൊണ്ടും ഇടയായി തീർന്ന അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫിലിപ്പ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. 15-ാം വാക്യം: അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസിലെ പോലെ പ്രകാശിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയാണ് ഒരു ദൈവപൈതലിന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. നമ്മൾ ആരാണ്? പാപം പോക്കപ്പെട്ടവർ, അഴുക്ക് കഴുകപ്പെട്ടവർ, മാലിന്യം തുടച്ചു മാറ്റപ്പെട്ടവർ, ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർ. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ നമ്മൾ വഴിയൊരുക്കരുത്. വിജയകരമായിരിക്കുന്ന ജീവിതം നയിക്കണം. ദൈവം അതിനെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവം നമ്മെ തൻ്റെ മക്കളായി ദത്തെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മെ ദത്തെടുത്തിരിക്കുന്നു. എഫേസ്യ ലേഖനം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ തൻ്റെ മക്കളായി ദത്തെടുത്തിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിരഞ്ഞെടുക്കുകയും മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അവസ്ഥ! നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്.
സകല അവകാശവും ഒരു വ്യക്തിക്ക് കൊടുത്ത് ആ വ്യക്തിയുടെ സമ്പാദ്യവും ആ വ്യക്തിയുടേതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി നൽകി അവനെ സ്വന്തമാക്കി തീർക്കുന്നതാണ് ദത്തെടുപ്പ് എന്ന് പറയുന്നത്. പിന്നീട് ആ വ്യക്തിയെ പ്രസവിച്ചതായിരിക്കുന്ന അമ്മയ്ക്കോ അവന് ജന്മം കൊടുത്തതായിരിക്കുന്ന അപ്പനോ അവൻ്റെ കുടുംബക്കാർക്കോ ആർക്കും അവനിൽ എന്തില്ല? അവനിൽ യാതൊരു വിധമായിരിക്കുന്ന അവകാശവുമില്ല. അവകാശം ഇപ്പോൾ ആർക്കാണ്? ആര് വില കൊടുത്ത് വാങ്ങിച്ചുവോ, ആര് തൻ്റെതായിരിക്കുന്ന വഴികളിലേക്ക് കൊണ്ടുവന്നുവോ അവർക്കാണ് അവകാശം. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിബന്ധിച്ചതായിരിക്കുന്ന എന്നെയും നിങ്ങളെയും സർവശക്തനായിരിക്കുന്ന കർത്താവ് തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ പ്രത്യേകമായിരിക്കുന്ന നന്മ നമ്മളിലേക്ക് തരുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇതെന്ന് സാധിച്ചു? അത് നമ്മൾ ചിന്തിക്കണം. ദത്തെടുക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടു. അതാണ് നമ്മളിവിടെ വായിച്ചത്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടു. അമ്മയുടെ ഉദരത്തിൽ ഉത്പാദിതമാകുന്നതിന് മുൻപേ. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്കറിയാം, തിരുവെഴുത്തിലെ പരിശോധിക്കുമ്പോൾ അറിയാം, ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകസ്ഥാപനത്തിന് മുൻപേ. ലോകം സ്ഥാപിച്ചപ്പോൾ മനുഷ്യനില്ലായിരുന്നു. ലോകം സ്ഥാപിച്ചപ്പോൾ ചരാചരങ്ങളൊന്നുമില്ലായിരുന്നു. ലോകത്തെ സ്ഥാപിച്ചപ്പോൾ മറ്റ് കാണപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നതൊന്നുമില്ലായിരുന്നു. എന്നാൽ ഭൂമിയിലെ ഒരു പിടി മണ്ണുകൊണ്ട് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം സകലതും നൽകി ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെയും നിങ്ങളെയും അവൻ തിരഞ്ഞെടുത്തു. അവൻ്റെ വകയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആക്കി തീർന്നവരാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തീയ ജീവിതം തുടർന്ന് കൊണ്ടുപോകേണ്ടവരാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ അവർ ഒരിക്കലും ഇടയാകരുത്. എന്ന് വെച്ചാൽ സാത്താന് ഇടം കൊടുക്കരുത്. സാത്താന് ഇടം കൊടുക്കരുത്. പിശാച് തൻ്റെ തന്ത്രങ്ങളെ ഉപയോഗിക്കും. പിശാച് പലവിധമായിരിക്കുന്ന മാർഗങ്ങൾ കൊണ്ടുവരും. ഞാൻ മുമ്പേ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ അവൻ കൊണ്ടുവരുവാൻ കൊണ്ടും ഇടയായിത്തീരുന്നത് കണ്ണിൻ്റെ ഇമ്പങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയായിത്തീർന്നാൽ വശം വിട്ടു പോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുവാനിടയായിത്തീരണം. ദൈവം നമ്മെ തൻ്റെ മക്കളായി ദത്തെടുത്തിരിക്കുന്നു. ആ ദത്തെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ആരും നശിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ ആരും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത്രയ്ക്ക് സ്നേഹിച്ചു. എത്രയ്ക്ക് സ്നേഹിച്ചു? ദൈവത്തിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന പദ്ധതി അനുസരിച്ച് സ്നേഹിച്ചു. തന്നോടൊപ്പം ഇരുത്തുവാനുള്ളതായിരിക്കുന്ന അവകാശത്തിൽ സ്നേഹിച്ചു. ആ അവകാശത്തിൽ സ്നേഹിച്ച് നമ്മെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരിക്കുന്ന വഴികളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവനിൽ നാം അവകാശം പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവരുടെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 11-ാം വാക്യം ഒന്ന് നോക്കിക്കൂ. അവിടെ വായിക്കുന്നത് എന്താണ്? അവനിൽ നാം അവകാശവും പ്രാപിച്ചു തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലതും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ മുൻകൂട്ടി നമ്മെ കണ്ടതാണ്. എങ്ങനെ നമ്മൾക്ക് പരാജയപ്പെടുവാൻ കഴിയും? എങ്ങനെ നമുക്ക് ക്രിസ്ത്യ ജീവിതം നശിപ്പിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്ക് അതിൻ്റേതായിരിക്കുന്ന തുടർച്ചയെ പറ്റാതിരിപ്പാൻ തക്കവണ്ണം കഴിയും? ഒന്ന് ചിന്തിക്കുക. മുൻകൂട്ടി കണ്ടവനെ, മുൻകൂട്ടി നിർണയിക്കപ്പെട്ടവനെ, മുൻകൂട്ടി വിളിക്കപ്പെട്ടവനെ, മുൻകൂട്ടി എഴുതപ്പെട്ടവനെ
നമ്മൾ നിരസിച്ച് കളയുവാൻ കഴിയുമോ? ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവത്തെ മറന്നു കളയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലെങ്കിലും കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം. അവനിൽ മാത്രം ആശ്രയം വെച്ച് ജീവിപ്പാൻ ഇടയായി തീരണം. കാരണം അവൻ ആശിക്കുന്നത് എന്താണ്? ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ആ നിത്യജീവൻ്റെ അവകാശികളായി തീരണം. ഇന്ന് നമ്മൾ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ദൈവിക മഹത്വത്തെക്കാൾ കൂടുതൽ പിശാചിൻ്റെ മഹത്വത്തിനാണ് വില കൽപ്പിക്കുന്നത്. ജനകോടികളാണ് അതിൻ്റെ പിന്നാലെ ഓടുന്നത്. ജനകോടികളാണ് അവിടെ അർപ്പണം നടത്തുന്നത്. ഇനി നമുക്ക് അതൊന്ന് മാറ്റാം. ക്രിസ്തീയ വിഭാഗത്തിലേക്ക് കടന്നു വരാം. ക്രിസ്ത്യാനികളെന്ന് പേരെടുക്കുകയും പെരുമധരിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന പ്രിയജനങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന നേതാക്കന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരെ ഒന്ന് നോക്കുക. അവരും പോകുന്നത് എങ്ങോട്ടാണ്? അവരും പോകുന്നത് മിഥ്യാധാരണയിലേക്കും മിഥ്യാമൂർത്തികളുടെ അരികിലേക്കുമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെയും മൂക്കുണ്ടായിട്ട് മണക്കാതെയും കൈയുണ്ടായിട്ട് സ്പർശിക്കാതെയും ഇരിക്കുന്ന മിഥ്യാമൂർത്തികളുടെ അരികിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാ രൂപങ്ങളും കൊടുത്ത്, എല്ലാ ഭാവങ്ങളും കൊടുത്ത് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അവയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഒരു ദൈവപൈതലിന് വേണ്ടി കരുതുമ്പോൾ, ആ ദൈവപൈതലിന് വേണ്ടി കരുതുന്ന ആ പ്രത്യേകതയിൽ അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മെ അറിയുന്നു, അവൻ നമ്മെ തൊടുന്നു. അതുകൊണ്ടാണ് ആ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കർത്താവ് വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ പ്രിയരെ, വലിയവനായിരിക്കുന്ന കർത്താവ് മുൻ നിർണയപ്രകാരം മുൻ നിയമിച്ച് തന്നെ നമ്മൾ നശിക്കാതിരിക്കുവാൻ നല്ലവനായിരിക്കുന്ന കർത്താവ് വേണ്ടത് തന്ന് നമ്മെ പരിപാലിച്ചു, നമ്മെ ഓർത്തു, നമ്മെ കണ്ടു, നമ്മെ വേർതിരിച്ചു, നമ്മെ അവൻ്റെതായിരിക്കുന്ന പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, തൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നാം എപ്പോഴും ജീവിക്കണം എന്നുള്ളതാണ്. കൃപയുടെ മഹത്വം എന്താണ്? കൃപ പലപ്പോഴും പറയാറുണ്ട്. ചിലർക്ക് ചില പേരുകളും ചില വ്യക്തികൾക്ക് ആ പേരുമിടാറുണ്ട്. കൃപ എന്ന് പേരിടാറുണ്ട്. എന്താണ് ഈ കൃപ? അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ. നമുക്കെന്താണ് അർഹത? ഒരർഹതയുമില്ല. എന്നാൽ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിച്ചതായിരിക്കുന്ന കരുണയാണ് ഈ കൃപ എന്ന് പറയുന്നത്. ആ കൃപയിൽ വന്നവർ ആ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എപ്പോഴും ജീവിക്കണം. അത് അവനിലുള്ളതായിരിക്കുന്ന പ്രത്യേക ആശയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് ദൈവഭാഗത്തേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നാം എപ്പോഴും ജീവിക്കണം. അത് വളരെ ആശയം ഉൾക്കൊള്ളുവാൻ കൊണ്ടുമിടയായിത്തീരുന്ന ഒരു കാര്യമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ജീവിക്കേണ്ടവരാണ്. എപ്പോൾ? ഒരു 70 വർഷം അല്ലേ? അല്ല. ഒരു 80 വർഷം അല്ലേ? അല്ല. ഒരു 120 വർഷം അല്ലേ? അല്ല. എപ്പോഴും ജീവിക്കേണ്ടവരാണ്. ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞതുകൊണ്ട് ഈ ജഡം മാത്രമാണ് മാറുന്നത്. എന്നാൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ആയിരിക്കുന്ന ജീവിതമെന്ന് പറയുന്നത് ആർക്കും കണക്കെടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായിരിക്കുന്ന യുഗായുഗങ്ങൾ അവനോടൊപ്പം ജീവിക്കുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മെ മുൻകൂട്ടി വിളിച്ചു. കൃപയുടെ ബഹുത്വത്താൽ നമ്മെ നിർത്തി. നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് കണ്ടു. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ഈ വിധത്തിൻ്റെ പരാജയമായി കാണുവാനിടയായി തീരാതെ അനുഗ്രഹത്തിന് വഴിയൊരുങ്ങുവാൻ നമ്മൾക്ക് ഇടയായി തീരണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു.
ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പരാജയത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കുവാൻ. ദൈവം നമുക്ക് എന്തൊക്കെ തന്നു? ജ്ഞാനം തന്നു, വിവേകം തന്നു. ദൈവത്തിൻ്റെ പുനനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. അതിൻ്റെ 8-ാം വാക്യം ഒന്ന് നോക്കാം. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദാനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ കണ്ടു, ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും തന്നു. എന്തിനാണ് ഈ ജ്ഞാനം തന്നത്? ലോകത്തെ അറിയുവാൻ, ദൈവത്തെ അറിയുവാൻ, നമ്മുടെ ചുറ്റുപാടുകളെ അറിയുവാൻ, നമ്മെ തന്നെ അറിയുവാൻ. വിവേകം തന്നു. അതെന്തിനു വേണ്ടിയാണ്? സകലരെയും ഒന്ന് തിരിച്ചറിയുവാൻ. അപ്പന് മക്കളെ തിരിച്ചറിയുവാൻ, മക്കൾക്ക് അപ്പനെ തിരിച്ചറിയുവാൻ, മാതാപിതാക്കൾക്ക് തിരിച്ചറിയുവാൻ. പ്രിയമുള്ളവരെ, സ്വയമായിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ എങ്ങനെ പോകണം എന്നുള്ളത് ഒന്ന് തിരിച്ചറിയുവാൻ അവൻ നമുക്ക് എന്ത് തന്നിരിക്കുന്നു? വിവേകത്തെ തന്നിരിക്കുകയാണ്. പ്രിയ വിശ്വാസികൾ, വിവേകത്തോടു കൂടി പെരുമാറണം, വിവേകത്തോടു കൂടി മുൻപോട്ട് പോകണം, ജ്ഞാനത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയായി തീരണം. അവർ ജ്ഞാനികളായി തീരണം. അങ്ങനെ വന്നാൽ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടുകയില്ല. ക്രിസ്ത്യ ജീവിതം അനുഗ്രഹത്തിൻ്റെതായിരിക്കുന്ന വഴികളിലൂടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന വഴികളിൽ മുൻപോട്ട് പോകുവാൻ തക്കോണം ഇടയായി തീരും എന്നത് സംശയമില്ലാത്തതായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് 3 കാര്യം നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, ദൈവം നമുക്ക് ജ്ഞാനവും വിവേകവും തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെ വെളിച്ചത്തിലാണ്? ഒന്ന്, ദൈവം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിക്കുവാൻ. ദൈവത്തിൻ്റെ ഹിതം, അതിൻ്റെ മർമ്മം മറഞ്ഞിരുന്നവയാണ്. ആ മറഞ്ഞിരുന്ന കാര്യം ഒരു ദൈവ പൈതലിനെ അറിയിക്കുവാനായിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ജ്ഞാനം വിവേകത്തോടുകൂടി നമുക്ക് തന്നിരിക്കുകയാണ്. മറഞ്ഞിരുന്നതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന കർത്താവ് പ്രവർത്തിച്ചുവെങ്കിൽ ആ പ്രവർത്തകനെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവർത്തകനെ നമ്മൾ ഉയർത്തണം. ആ പ്രവർത്തകനിൽ നമ്മൾ ആശ്രയിക്കണം. ആ പ്രവർത്തകനെ നമ്മൾ ആരാധിക്കണം, നമ്മൾ നമസ്കരിക്കണം. മറ്റൊന്നിലേക്കും പോകുവാൻ ഇടയാകരുത്. ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരാജയം, ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഈ ദൈവത്തെ അനുധാവനം ചെയ്യുന്നുണ്ടോ? ഈ ദൈവം കാണിച്ചെന്ന മാതൃക നമ്മൾ കൈപ്പറ്റുന്നുണ്ടോ, പിൻപറ്റുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. അങ്ങനെയായി തീരരുത്. അത് ദൈവത്തിൻ്റെ പിന്നാലെ ഉള്ളതായിരിക്കുന്ന നന്മയായിരിക്കണം. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് നോക്കാം. അവനിൽ താൻ മുൻ നിർണയിച്ച് തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം നിന്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുയേശുവിൽ ഒന്നായി ചേർത്തു എന്നിങ്ങനെ കാലസമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്ക് അതീതമായി കൊണ്ടുവരുവാൻ തന്നെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിപ്പാൻ തക്കോണം കഴിയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ആ മർമ്മം എന്താണ്? നാം ആരും കണ്ടിട്ടില്ലാത്തായിരിക്കുന്ന ഒരു സ്ഥാനം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ആ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നല്ലവനായിരിക്കുന്ന കർത്താവ് നാം കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം ഒരുക്കുകയാണിന്ന്. ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാൽ ആ സ്ഥലം നമുക്ക് ലഭ്യമാകുകയില്ല, അത് കാണുവാൻ കഴിയുകയില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം അന്നാളിൽ കേൾക്കുവാൻ തക്കവണ്ണം കഴിയും: അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അധർമ്മമാണോ? നമ്മുടെ ജീവിതത്തിൽ പരാജയമാണോ? നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത്? അത് നമ്മൾ ചിന്തിക്കണം. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അറിഞ്ഞവരാണ്. അതിനനുസരിച്ച് മുൻപോട്ട് പോകണം. രണ്ടാമതായിട്ട് കാണുന്നത്, ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു. അവൻ നമ്മെ ദൈവത്തിൻ്റെ അവകാശമാക്കി തീർത്തിരിക്കുന്നു.
ആ അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ അവകാശം തന്നിട്ടുള്ളൂ. ഈ അവകാശം ഞാൻ മുമ്പേ ഓർപ്പിച്ചു. യോഹന്നാൻ 14 നമ്മളത് കണ്ടു. ഈ അവകാശം നമുക്ക് തന്നുവെങ്കിൽ ആ അവകാശത്തിൽ നിലനിൽക്കണം. മൂന്നാമതായിട്ട് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ജ്ഞാനം എന്നതിന് സത്യത്തെ കണ്ടറിയുക, വിവേകമെന്നതിന് സത്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ നമുക്കത് അർത്ഥം കൊടുക്കുവാൻ കഴിയും. ആ പ്രത്യേകതയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം മുൻപാകെ വണങ്ങുവാൻ ഇടയായി തീർന്നാൽ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുകയില്ല. ക്രിസ്ത്യ ജീവിതം അനുഗ്രഹ സമ്പൂർണമായി തീരുവാൻ കൊണ്ടും ഇടയായി തീരും. വരും കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരുക്കത്തോടും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മഹിമയോടും മഹത്വത്തോടും കൂടി മുൻപോട്ട് ജീവിപ്പാൻ കൊണ്ടും സ്വർഗത്തിലെ ദൈവം കനിവറ്റതായിരിക്കുന്ന കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും കാൽവറിനാഥം മിനിസ്ട്രിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ വീണ്ടും വന്ന് സഹകരിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എന്നെ വലിയവനായിരിക്കുന്ന കർത്താവ് സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടും മഹത്വം കരയേറ്റിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വീണ്ടും വിരാമം കുറിക്കുന്ന ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ദൈവമായിരിക്കുന്ന കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതുവരെയും വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവവചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. സംസാരിച്ച കർത്താവിൻ്റെ ദാസനെയും ഗാനമാലപിച്ച പ്രിയ മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിചലനം ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. ഒരിക്കലും താഴ്ച സംഭവിക്കുവാനുള്ളതല്ല, പരാജയപ്പെട്ടു പോകാനുള്ളതല്ല, വിജയിക്കുവാനുള്ളതാണ്. ദൈവം സകല വിജയവും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും പുതുതായൊരു വിജയം തരികയല്ല, ദൈവം സകലതും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വിജയം പ്രാപ്യമാക്കുവാൻ, ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഒരു നല്ല ക്രിസ്തീയ ജീവിതം, നല്ല വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ വചന പഠനങ്ങളിലൂടെ ദൈവം നമ്മെ അനുവദിക്കട്ടെ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓൺലൈനും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും മറുപടികളും ഞങ്ങളെ അറിയിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ക്ലാസ്സിൻ്റെ 3-ാം ദിവസത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ ഈ ക്ലാസ് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കും. കർത്താവെ, അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം. വചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ കൃപ തന്നതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കണം. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലും ദൈവം പ്രവർത്തിക്കണം. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ അവസരങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് വിജയത്തിലേക്ക് വരുവാൻ, പരാജയത്തിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി അത് പരിഹരിച്ച് വിജയിക്കുവാൻ, ജീവിതത്തിൽ വിജയിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇവിടെ നിന്ന് അനുവദിക്കണമേ. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ വരും വരെയും അവിടുത്തെ കൃപയുടെ മറവിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹാസവും കാവലും നാം എല്ലാവരോടും, വചനം സംസാരിച്ച, ഗാനമാലപിച്ച പ്രിയപ്പെട്ടവരോടും, വചനം കേട്ട എല്ലാവരോടും, ഇനി വചനം കേൾക്കാൻ പോകുന്ന സകല പ്രിയപ്പെട്ടവരോടും കൂടെ ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.